എന്നിട്ട് ഈ കശ്മീർ സിംഗ് എന്ന് പറഞ്ഞ ആളാണ് കൂടുതൽ ഉപദ്രവം ചെയ്യുന്നത്. നിതീഷ് കുമാർ സിൻഹ ഇതെല്ലാം അറിയുന്നുണ്ട്, പക്ഷെ ആളിന് പ്രതികരണമൊന്നുമില്ല. ആളോട് പറഞ്ഞു കഴിഞ്ഞാലും ഒരു കാര്യവുമില്ല. കാരണം എന്താണ് കശ്മീർ സിംഗ് എന്ത് പറയുന്നു അത് ചെയ്യണം എന്നാണ് പുള്ളി പറയുന്നത്. എന്നിട്ട് ഒരു ദിവസം ഇതുപോലെ എൻ്റെ ഹസ്ബൻഡ് ക്യൂബിക്കിളിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ആൾക്ക് ചായയും മരുന്നും വാങ്ങിച്ചിട്ട് വരാൻ പറഞ്ഞു. അപ്പം എൻ്റെ ജോലി ഇതല്ല, എനിക്ക് ബാങ്കിൽ ജോലി ചെയ്യാനുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും കശ്മീർ സിംഗ് കൈ കറക്കി വന്ന് പുറത്ത് ഒറ്റ അടി അടിക്കുകയാണ് ചെയ്തത്. പുറത്തടിച്ചിട്ട് ഒരു 2 ദിവസം കഴിഞ്ഞിട്ടും ആളുടെ പുറത്തെ പാട് പോലും മാഞ്ഞിട്ടില്ല. അതുപോലെ കൈപ്പാട് തന്നെ ഉണ്ടായിരുന്നു. എന്നിട്ട് എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ പോവുക, നമ്മളത് അവിടെ അസോൾട്ടഡ് ബൈ കശ്മീർ സിംഗ് എന്ന് തന്നെയാണ് ഹോസ്പിറ്റൽ റെക്കോർഡ്സിലുള്ളത്. അതിനുശേഷം പോലീസ് നമ്മൾ മുളവുകാട് പോലീസ് സ്റ്റേഷനിലാണ് ആദ്യം കംപ്ലയിൻറ്റ് ചെയ്തത്. ദിശ ഹെൽപ്പ് ലൈൻ വഴി, തുണ ആപ്പ് വഴി ചെയ്തിരുന്നു. എന്നിട്ട് ഈ നമുക്ക് കംപ്ലയിൻറ്റ് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് എന്ന കാര്യം നിതീഷ് കുമാർ സിൻഹ അറിയിച്ചിരുന്നു. കാരണം നമുക്ക് ഇനി പ്രശ്നം ഉണ്ടാവില്ല, നമ്മൾ കംപ്ലയിൻറ്റ് കൊടുത്തോട്ടെ, അങ്ങനെ ഒരു രീതിയിൽ, അതായത് നമുക്ക് കൊടുക്കാൻ താല്പര്യമില്ലായിരുന്നു ശരിക്കും. അപ്പം അവൻ പറഞ്ഞപ്പോഴത്തേക്കും ഈ നിതീഷ് കുമാർ സിൻഹ ഒന്നും പറഞ്ഞില്ല. കശ്മീർ സിംഗ് വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തി, നീ എനിക്കെതിരെ കംപ്ലയിൻറ്റ് ചെയ്താൽ നീ അനുഭവിക്കും, നിൻ്റെ ജീവിതം ഞാൻ ഒളിച്ചു കളയുമെന്നൊക്കെ മറ്റാണ് പറഞ്ഞത്. എന്നിട്ട് അന്ന് തന്നെ ഞങ്ങൾ കംപ്ലയിൻറ്റ് പോയി, അവർ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് അന്ന് രാത്രി തന്നെ പോയി. രാത്രി എന്ന് പറഞ്ഞാൽ ഒരു 9 മണി സമയത്ത് തന്നെ പോയി ഞങ്ങൾ കംപ്ലയിൻറ്റ് തിരിച്ചു വാങ്ങിച്ചു.